കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഒരു സ്വപ്ന പദ്ധതി. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ 4 മണിക്കൂർ സമയം കൊണ്ടെത്താവുന്ന അർദ്ധ അതിവേഗ പാത, സിൽവർ ലൈൻ. പക്ഷേ പാരിസ്ഥിതിക ആശങ്കകൾക്കും കിടപ്പാടം നഷ്ടപ്പെടുമെന്ന പൊതുജനത്തിന്റെ ഭയത്തിനും വ്യക്തമായ മറുപടി നൽകാതെയാണ് അന്നത്തെ സർക്കാർ മുന്നോട്ട് പോയത്. നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ ജനം തെരുവിലിറങ്ങിയപ്പോൾ പദ്ധതി എങ്ങും എത്താതെ പോയി. LDF സർക്കാർ അഭിമാന പദ്ധതിയായി കൊണ്ടുവന്ന സിൽവർ ലൈൻ ഇന്ന് പുതിയ UDF സർക്കാർ റദ്ദാക്കി. വലിയ ആശ്വാസത്തിലാണ് കേരളിനെതിരെ സമരം നടത്തിയ നാടും പോരാടിയ മനുഷ്യരും. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരയിൽ വരില്ല കേട്ടോ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 530 കിലോമീറ്റർ ദൂരം 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാനാകും വിധമുള്ള ഒരു അർദ്ധ അതിവേഗ റെയിൽ പാത. ഇതാണ് LDF സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പദ്ധതി. പ്രതിഷേധങ്ങളും സമരങ്ങളും അവഗണിച്ച് വീണ്ടും ഭൂമി ഏറ്റെടുക്കലുമായി സർക്കാർ മുന്നോട്ട് പോയി. പിന്നെയും വിവിധയിടങ്ങളിൽ മഞ്ഞക്കുറ്റികൾ പൊന്തി വന്നു. ജനകീയ പ്രക്ഷോഭങ്ങളോട് മുഖം തിരിച്ച മുഖ്യമന്ത്രി പറഞ്ഞതിങ്ങനെ: ഇവിടെ മെട്രോ വരാൻ പോകുന്ന കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. സിൽവർ ലൈനുമായി മുന്നോട്ട് പോയ പിണറായി സർക്കാരിനെതിരെ ജനം വിധിയെഴുതി. പദ്ധതിക്കെതിരെ നിലകൊണ്ട UDF സർക്കാർ അധികാരത്തിലുമെത്തി. പിന്നാലെ LDF സർക്കാർ അഭിമാന പദ്ധതിയായി കണ്ട സിൽവർ ലൈനിനെ റദ്ദ് ചെയ്ത് UDF സർക്കാർ. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ. ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങൾ റദ്ദാക്കുമെന്നും സമരത്തിനെതിരായ കേസ് റദ്ദാക്കാൻ ശുപാർശ ചെയ്യുമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ജനം ഏറ്റെടുത്തത് ആഘോഷത്തോടെ. ഇതിനിടയിൽ സമരം അവസാനിപ്പിച്ച വിവിധ ജില്ലകളിലെ സമരസമിതി നേതാക്കന്മാർക്ക് പറയാനുള്ളത് ത്യാഗത്തിന്റെ കഥകളാണ്. 1490 ദിവസം ഞങ്ങളുടെ നെഞ്ചിൻ്റെ അകത്തൊരു കനലെരിയുകയായിരുന്നു. ആ കനലിനൊരു ആശ്വാസം ഞങ്ങൾ ഇന്നലെ പോയി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അത് കിട്ടിയൊരു ആശ്വാസമുണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. മലയാളികൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സമരമാണ് കേരളത്തിലുടനീളം അലയടിച്ചത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾ തെരുവിലിറങ്ങിയ സമരം. അതുകൊണ്ട് തന്നെ ഈ വിജയം ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെ. കോട്ടയത്ത് നിന്ന് പ്രശാന്ത് മണിമലയ്ക്കൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.